ചേട്ടൻ 4 പൊറോട്ട 2 ബീഫ് ഫ്രൈ പിന്നെ ചില്ലുംകൂടിലേക്ക് 2 ഉണ്ടപ്പൊരി ഒരു ചായ. ശരി. ചേട്ടന് എനിക്ക് ഒരു ചായ മാത്രം മതി. ചേട്ടാ ഈ ചേട്ടനൊരു ചായ. ആ ഞാനേ ട്രാവലർ ഭയങ്കര ടയർഡായി പോയി. ഒന്നും വല്ലാത്ത വിശപ്പ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. വേണല്ലോ. ചേട്ടാ ബില്ല് ഇപ്പോഴും സെറ്റേ. ഒരു പൊറോട്ടയും കൂടെ കഴിക്കായിരുന്നു. മൈദിയ ഹെൽത്തി അല്ല. നല്ല ചൂട് പൊറോട്ട. എന്തുപറ്റി? കഴിച്ചു. വാ വാ ഇതിലെ വാ ഇങ്ങോട്ട് പതുക്കെ. കറക്റ്റാ കൊടുത്തു. കറക്റ്റാണ്. ഓട്ടോ ഓട്ടോ ഇപ്പൊ വരും. കുഴപ്പമില്ല, ഇപ്പൊ വരും കേട്ടാ. വരും. ചേട്ടാ നമുക്ക് അവർക്ക് കൂടി ഒന്ന് ലിഫ്റ്റ് കൊടുത്താലോ? എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊന്നും കിട്ടിയില്ലേ? കല്യാണോ? ഇത് കല്യാണമൊന്നുമല്ല. പിന്നെ സീരിയലോ? വല്ല അഭിനയം കഴിഞ്ഞിട്ട് വരികയാണോ? അല്ല അല്ല ഏട്ടാ കല്യാണം തന്നെയാ. എനിക്ക് ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ അത്ര മാച്ച് അല്ലാന്ന് തോന്നി. പക്ഷെ ഇപ്പോ നോക്കുമ്പോ സെറ്റാണ്. ഞാനും ഒരു ചെറിയ പെൺകൊച്ചിനെയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് കയറി പെട്ടെന്ന് അങ്ങോട്ട് പ്രായമായി. അവളാണെങ്കിൽ ചെറുപ്പവും. അവൾ എന്നെയും കൊച്ചിനെ ഇട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയി. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്. നമ്മളതിലൊന്നും കയറി ഇടപെടുന്നില്ല. നിങ്ങളുടെ കാര്യത്തില് അങ്ങനെ സംഭവിക്കുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അച്ഛനും മോനും ഡെയിലി പുറത്തുനിന്നാണോ ഡിന്നർ? ആ, പറ്റുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. ഇവനിങ്ങനെ കെയർ ചെയ്യുക, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അല്ലേ മോളെ? അതെ. ഇവനിനി എത്ര വലുതായാലും എന്നെ വിട്ടിട്ട് പോവുകയില്ല. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യയില്ല. എനിക്കിവനും ഇവന് ഞാനും മാത്രം മതി, അല്ലടാ? ചിലരൊക്കെ പിള്ളേരെ പഠിപ്പിച്ച് വലുതാക്കി അമേരിക്കയിലേക്കും വിദേശത്തോട്ടും ഒക്കെ വിടും. എന്നിട്ട് 10 വർഷമായിട്ടും വന്നില്ല.
20 വർഷമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. അങ്ങനെയുള്ള ടീംസൊക്കെ ഉണ്ടേ. എന്നിട്ട് അവസാനം സ്വത്ത് ചോദിച്ചു വന്നു എന്നുള്ള പരാതി. ഇവനാവുമ്പോ എങ്ങും പോവുകയില്ല, ഇവനൊരു സ്വത്തും വേണ്ട. അത്രക്ക് നിഷ്കളങ്കനായി ഇവൻ. അല്ലടാ, ജനിച്ചപ്പോ മുതലുള്ള നിഷ്കളങ്കത അവസാനം വരെ ഉണ്ടാവും. ഇപ്പൊ തൊട്ടാ കേട്ടോ. സാറേ, വലത്തേക്ക് ചേർത്തുന്നു നിർത്തിയാൽ മതി. വാ. പിന്നെ കല്യാണ രാത്രിയാണ് വിവാഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ടൈം. പിന്നെ അങ്ങോട്ട് റിയാലിറ്റിയാണ്. നാളെ മുതല് ജീവിതം നിങ്ങൾക്ക് തരാൻ പോകുന്നത് റിയാലിറ്റിയാണ്. അപ്പോഴും ഈ സ്നേഹം ഉണ്ടാണോ കേട്ടോ. വാടാ പോവാം. ടാറ്റോട്. എന്തൊക്കെ വിഷമങ്ങളല്ല ആൾക്കാർക്ക്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നമൊന്നും ഒന്നുമല്ല. ചേട്ടനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്. ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ, നല്ല തീരുമാനം. ചേട്ടൻ്റെ പേര് സിദ്ധു എന്നല്ലേ? അത് ശരി, ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാ ചോദിക്കുന്നല്ലേ? ചെറിയ പേരല്ലേ? സോ ക്യൂട്ട്. അല്ല, സിദ്ധാർത്ഥ് നാരായണൻ. അയ്യോ, ഇത്ര വലുതായിരുന്നോ? ആ, ചേട്ടൻ എൻ്റെ ഒരു ചോദിച്ചില്ലല്ലോ. പറഞ്ഞോ. സ്റ്റെഫി. ആ, സ്റ്റെഫി ഇമ്മാനുവൽ. ഇത് അതിലും വലുതാണല്ലോ. വീട്ടിലേക്ക് എന്നെ അന്നെന്നാ വിളിക്കുന്നത്. ചേട്ടൻ എന്നെ അങ്ങനെ വിളിച്ചു. ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ. ചേട്ടാ, ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുന്നേ വല്ല പെട്രോൾ പമ്പിൽ നിർത്താൻ പറ്റുമോ? ഇതില് പെട്രോൾ ഉണ്ടല്ലോ. അതല്ല, ഹോട്ടലിൽ നിന്ന് വെച്ച ഫുഡ് പാളി. ആ, അത് ഫുഡ് പാളിയതല്ല, ഭാര്യ വലിച്ച് കഴിച്ചിട്ടാ. അതിനോട് പ്രസക്തിയില്ല. സ്പിരിറ്റ്.